നാം ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിലാണ്. ഈ സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് പറ്റാവുന്ന ഒരു വലിയ തെറ്റുണ്ട്. ഏത് ന്യൂസുകൾ വന്നാലും നമ്മളത് വിശ്വസിക്കും. ഏത് ന്യൂസുകൾ വന്നാലും രണ്ടാമത് ഒരു ചിന്തയില്ലാതെ നമ്മൾ അതിനെ വിശ്വസിക്കുകയും ആ ന്യൂസ് ഫോർവേഡ് ചെയ്യുകയും അതിനെക്കുറിച്ച് ആഴമായി ചിന്തിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഏത് ന്യൂസ് വന്നാലും ആദ്യം തന്നെ അതിനെ വിശ്വസിക്കാതെ അതേപ്പറ്റി ചിന്തിക്കുവാൻ, അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുവാനുമുള്ള ഒരു ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാകണമെന്ന് മറന്നു പോകാതെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് വചനം പോലും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 11-ാം അധ്യായം 7-ാം തിരുവചനം, അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യം ആലോചന, പിന്നെ ശാസനം. കാരണം നമ്മുടെ മുന്നിൽ വരുന്നത് ഏത് ന്യൂസുകളും ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അന്വേഷിച്ചറിയണം, വേരിഫൈ ചെയ്യണം, ക്ലാരിഫൈ ചെയ്യണം. അല്ലാതെ എല്ലാം അങ്ങ് വിശ്വസിക്കുവാൻ പോകരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.